കോൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് മാനേജ്മെൻറ്റിലെ കോൺസെപ്റ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കോൺസെപ്റ്റാണ് ഫങ്ഷണൽ കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഗോൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ പർപ്പസ് അത് സക്സസീവ് ആക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്, അതായത് ഫങ്ഷൻസ് ആയിട്ടുള്ള പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്, ഇവയെ എല്ലാം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഫങ്ഷൻസിനെ എല്ലാം തന്നെ ഒന്നാക്കിക്കൊണ്ട് ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഓർഗനൈസേഷൻ ഗോൾസിനെ സക്സസീവ് ചെയ്യുക എന്നതാണ് ഫങ്ഷണൽ കോൺസെപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കോൺസെപ്റ്റാണ് ഹ്യൂമൻ റിലേഷൻ കോൺസെപ്റ്റ്. ഹ്യൂമൻ റിലേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആകട്ടെ, സ്റ്റാഫ് ആകട്ടെ, അവരെല്ലാം തന്നെ അവരുടെ വർക്കേഴ്സിനെ മോട്ടീവ് ചെയ്യുക, അവരുടെ വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ അവർക്കിടയിൽ ഒരു റിലേഷൻഷിപ്പ്, അതായത് വർക്കേഴ്സിനെയും മാനേജേഴ്സിനെയും തമ്മിൽ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നതുമാണ് ഹ്യൂമൻ റിലേഷൻ കോൺസെപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ ആസ്പെക്ട്സ് ഓഫ് ഓർഗനൈസേഷൻ ഈസ് എംഫസൈസ്ഡ്. ഇറ്റ്സ് കൺവേഴ്സ്, ഓർഗനൈസേഷൻ ഇസ് എ സോഷ്യൽ സിസ്റ്റം. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സിസ്റ്റം എന്നാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഈസ് കൺസേൺ വിത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് പീപ്പിൾ. അവിടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെയും വർക്കേഴ്സിൻ്റെയും ഡെവലപ്മെൻറ്റിന്, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് മാനേജ്മെൻറ്റ് ഇവിടെ ഹ്യൂമൻ റിലേഷൻഷിപ്പ് കോൺസെപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കോൺസെപ്റ്റാണ് ഡിസിഷൻ മേക്കിംഗ് കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റിൽ മാനേജർ എന്ത് ചെയ്യുന്നു അത് അദ്ദേഹം എടുക്കുന്ന ഡിസിഷനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും എന്നതാണ് പറയുന്നത്. അതായത് ഇവിടെ മാനേജ്മെൻറ്റ് ഈസ് എ റൂൾ മേക്കിംഗ് ആൻഡ് റൂൾ എൻഫോഴ്സിങ് ബോഡി. അവിടെ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ റണ്ണ് ചെയ്യണം എന്നതിനുള്ള റൂള് സെറ്റ് ചെയ്യുകയും റൂള് മേക്ക് ചെയ്യുകയും ചെയ്യുക എന്നതാണ് മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനായിട്ട് അല്ലെങ്കിൽ കോൺസെപ്റ്റായിട്ട് ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് പ്രൊഡക്ടിവിറ്റി കോൺസെപ്റ്റ്. പ്രൊഡക്ടിവിറ്റി കോൺസെപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രൊഡക്ടിവിറ്റി ഈസ് മെഷേർഡ് ഇൻ ഹൗ എഫിഷ്യൻ്റ്ലി എ കമ്പനി ഓർ എംപ്ലോയി കൺവേർട്ട് ഇൻപുട്സ് ഇൻടു ഔട്ട്പുട്ട്. അതായത് ഒരു കമ്പനി എങ്ങനെ അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ, ഇൻപുട്ടിനെ നല്ല രീതിക്ക് ഒരു ഔട്ട്പുട്ടാക്കി മാറ്റുന്നു എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. According to this concept, management is a technical necessity. It aims to maximum efficiency. Here, management is technique to increasing productivity. അതായത് ടെക്നിക്കൽ നെസസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ നല്ല രീതിക്ക് എഫിഷ്യൻ്റായിട്ട് അതിൻ്റെ ബിസിനസ്സിനെ റണ്ണ് ചെയ്യുക, നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഡിസിഷൻസും അതുപോലെ തന്നെ പ്രൊഡക്റ്റീവായിട്ട് ആ ഒരു ബിസിനസ്സിൻ്റെ ഓർഗനൈസേഷൻ്റെ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നതാണ് പ്രൊഡക്ടിവിറ്റി കോൺസെപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വണ്ണാണ് സിസ്റ്റം കോൺസെപ്റ്റ്. ഇത് ഉദ്ദേശിക്കുന്നത് ഓർഗനൈസേഷൻ, ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമായിട്ടാണ് അതിനെ കാണുന്നത്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, ഓർഗനൈസേഷൻ ഈസ് ലൈക്ക് എനി living organism must adapt themselves to their എൻവയോൺമെൻറ്റ് ഫോർ സർവൈവൽ ആൻഡ് ഗ്രോത്ത്. ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ സർവൈവലിനും അതുപോലെ തന്നെ ഗ്രോത്തിനും വേണ്ടി, ഒരു ബിസിനസ് സർവൈവ് ചെയ്യുക എന്നതും അതുപോലെ തന്നെ ഗ്രോ ചെയ്യുക എന്നതും ഒരു ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട്, ആ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സർവൈവലിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള വർക്കേഴ്സിൻ്റെയും അതുപോലെ തന്നെ പ്ലാനിങ്, ഓർഗനൈസിങ് പോലെയുള്ള കാര്യങ്ങളെയും എഫിഷ്യൻ്റായിട്ട് നല്ല രീതിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നതാണ് സിസ്റ്റം കോൺസെപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് മാനേജ്മെന്റ് ഇൻവോൾവ്സ് ഡിസൈനിങ് ഓർഗനൈസേഷൻ അഡാപ്റ്റബിൾ ടു ചേഞ്ചിങ് മാർക്കറ്റ്, ടെക്നോളജി ആൻഡ് അതർ ക്രിട്ടിക്കൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. മാർക്കറ്റ്, ടെക്നോളജി അതുപോലെയുള്ള മറ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെ പരിഗണിച്ചുകൊണ്ട് ആ ഒരു സിസ്റ്റത്തെ ഇംപ്രൂവ് ചെയ്യുന്ന, അതായത് ഓർഗനൈസേഷൻ്റെ ഡിസിഷൻസിനെ നല്ല രീതിക്ക് ഇംപ്രൂവ് ചെയ്യുക എന്നതാണ് സിസ്റ്റം കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ്. അതായത് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് ഏതൊക്കെ എന്നാണ്. ആദ്യത്തേത് ഫങ്ഷണൽ കോൺസെപ്റ്റ്, രണ്ടാമത്തേത് ഹ്യൂമൻ റിലേഷൻഷിപ്പ് കോൺസെപ്റ്റ്, അതുപോലെ ഡിസിഷൻ മേക്കിംഗ് കോൺസെപ്റ്റ്, പ്രൊഡക്ടിവിറ്റി കോൺസെപ്റ്റ് ആൻഡ് സിസ്റ്റം കോൺസെപ്റ്റ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത്.